മറ്റൊരു വാർത്ത, ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തിയ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് നടപടിയുണ്ടാകും. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സ്റ്റേഷനിലെ 6 പോലീസുകാർക്ക് വീഴ്ച എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. 6 ഉദ്യോഗസ്ഥരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി പരിശീലനത്തിന് വിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി ദേവൻ എം പി ചേരുന്നുണ്ട്. ദേവൻ, നേരത്തെ തന്നെ നടപടിയുണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. ഏത് തരത്തിലായിരിക്കും നടപടി ഉണ്ടാകുക? ക്യാമ്പിലേക്ക് മാറ്റാനാണോ തീരുമാനം? ഗൗതം, സംസ്ഥാന പോലീസിന് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ. അത് CPM-ന്റെ തിരുവനന്തപുരത്തെ ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള IPB-യുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും ഈ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ തന്നെ അവിടെ ഈ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഊഞ്ഞാലാടുന്നതും അവിടെ ചെണ്ട കൊട്ടുന്നതും എല്ലാം തന്നെ അവർ തന്നെ ചിത്രീകരിച്ച് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാമ്യം നൽകി ഇ.ഡി. ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം തേടിയ പ്രതികളെ എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി അവിടെ ഒപ്പിട്ട് SHOയെ കണ്ട് മടങ്ങണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതികൾ എത്തുന്ന സമയത്ത് സ്റ്റേഷനിൽ ഈ പറയുന്ന പോലെ തന്നെ ഓണാഘോഷ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് IPB-നും സംഘവും ഈ ആഘോഷത്തിൽ പങ്കുചേരുകയും ഈ ഊഞ്ഞാൽ ഒരുക്കുന്നതും ചെണ്ടമേളം നടത്തുന്നതും എല്ലാം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ IPB-നും അടക്കമുള്ള ആളുകളും പറഞ്ഞത് ഇതൊരു സ്വാഭാവികമായും നടന്നതാണ്. തങ്ങളവിടെ എത്തിയ സമയത്ത് അവിടെ ഓണാഘോഷം നടക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി പങ്കെടുത്തു എന്നുള്ളത് കാര്യം മാത്രമാണ്. പക്ഷേ അപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത കുറവ് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികളാണ്. അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് പോലീസിന് അത് തടയാൻ സാധിച്ചില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെ വലിയ വിമർശനം ഉണ്ടായതാണ്. അതിന് തൊട്ടു പിന്നാലെ അതേ പ്രതികൾക്ക് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവർക്ക് ഈ ഓണാഘോഷത്തിന്റെ പരിപാടിയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ അവർ പങ്കെടുക്കുകയും അതെല്ലാം തന്നെ പോലീസുകാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും ഒരു സാഹചര്യം അത് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് ഉള്ള ഒരു കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഈ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 6 ഉദ്യോഗസ്ഥരെ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ GD ചാർജിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം AR ക്യാമ്പിലേക്ക് മാറ്റി അവർക്ക് അവിടെ പരിശീലനം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം, ഈ പ്രതികളുള്ള സമയത്ത് തന്നെയാണ് സ്റ്റേഷൻ SHO പ്രശാന്ത് ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തുന്നത്. SHO അവിടെ എത്തിയിട്ടും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടും അത് തടഞ്ഞില്ല എന്നുള്ളതും വലിയൊരു വിമർശനമായി നിൽക്കുന്നുണ്ട്. മറ്റൊരു ആക്ഷേപം ഉയരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ധരിച്ചിരുന്ന അതേ വസ്ത്രത്തിൽ തന്നെയാണ് IPB-നും അന്ന് ഈ ഓണാഘോഷത്തിന്റെ ചടങ്ങിൽ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചതാണ്, അല്ലെങ്കിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവിടെ എത്തിയതാണ്. ഈ ഉദ്യോഗസ്ഥർ നൽകിയ ഷർട്ടാണ് IPB-ന് ധരിച്ചതെന്നുള്ള ഒരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഈ റിപ്പോർട്ടിൽ പൂർണ്ണമായും തള്ളുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിലൊരു തുടരന്വേഷണം, ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു തുടരന്വേഷണം ഉണ്ടായിരിക്കും. അത് DCP-യുടെ നേതൃത്വത്തിലായിരിക്കും ആ ഒരു തുടരന്വേഷണം നടക്കുക. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ദക്ഷിണ മേഖല IG-ക്ക് കൈമാറിയിട്ടുമുണ്ട്. ഏതായാലും ഈ 6 ഉദ്യോഗസ്ഥർക്ക് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 6 ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് തന്നെ AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു പരിശീലനത്തിനായി.